സർഗ സൗന്ദര്യത്തിന്റെ ആലാപന മധുര വേദിയിലേക്ക് അബിൻ എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം അബിൻ കുട്ടൻ ഓൺ സ്റ്റേജ്. ഗ്യാസ് വിൽപ്പനക്കാരൻ. ഇത് മറ്റേ ഇത് ഭൂതം വരൂലേ, അലാവുദ്ദീൻ. ഓ യു ആർ മിസ്റ്റർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ ആവുമ്പോ എന്തോ ഒരു മാജിക് ഒക്കെ ചെയ്യാനാണ് വന്നത്. അലാവുദ്ദീൻ ആണോ ഉദ്ദേശിച്ചേ? പാട്ടില് മാജിക് കാണിക്കുവോ? ശ്രമിക്കാം. പാർക്കിലോ? പാട്ടില്. ഈ ഉടുപ്പിന്റെ പിന്നിൽ എന്താണ്? ഞാൻ പാടുന്ന മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമത്തെ അപ്പൊ ഇത്ത ലാലേട്ടൻ, അതിലെ ലാലേട്ടനാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അല്ല, അങ്ങനെ സങ്കല്പിച്ചു വന്നിരിക്കുക. അതെ. മാന്ത്രികത്തിലെ ലാലേട്ടന്റെ മാജിക്ക് പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, അറിയാമോ? ഷൊർണൂർ രവി. അത് ഒരു നല്ല മജിഷ്യനാണ്. അപ്പോൾ ലാലേട്ടന് മാന്ത്രികയൊക്കെ പറഞ്ഞു കൊടുത്ത അദ്ദേഹമാണ്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു, ഇപ്പം പാലക്കാട് സെറ്റിൽ ചെയ്തു. പാവം നല്ല മനുഷ്യനാണ്. അപ്പോൾ പെട്ടെന്ന് മാന്ത്രിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർത്തു. തകർക്കല്ലേ പാട്ട്? എന്തായാലും മോനെ നല്ല ശക്തി, അതാണ് വേണ്ടത് ഇതിന്. ഈ ശങ്കരാടി ചേട്ടനൊക്കെ പറയുന്നതല്ലേ, ഒരൊറ്റ പിടുത്തം പോരും. All the best, മക്കളെ. Thank you, sir. All the best. Thank you. All the best. Thank you. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ, നീലാകാശം കൂടാരം കെട്ടിത്തന്നു, ആടിപ്പാടാൻ ആലോലം നീയും വന്നു. തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ. നൃത്തച്ചുവടുകൾ കത്തിയഴകൊടു കളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയായി. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ. കളിയാടാൻ കഥ പാടാൻ ഒരു വഴി ഇരുവഴി പല വഴിയോരങ്ങൾ, നിറമായും നിഴലായും മിഴികളിൽ വിരിയണ മലർമഴവില്ലായി വാ. കൊട്ടു വേണമോ ഇനിയൊരു പാട്ടു വേണമോ, കൊട്ടു വേണമോ ഇനിയൊരു പാട്ടു വേണമോ. പൊരുളുകൾ തേടി പൊന്മണി തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ. ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ കത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയായി. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ.
കുടമൂതി ഓയോയോയ് കുഴലൂതി ഒരു മൊഴി ഇരുമൊഴി കുരവയുടെതിരേൽക്കാം കളിവീടാ ഉലകാകെ കതിരവനുലകിനു മുഴുവനും ഒരു ദീപം മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ തണലുകൾ തേടി കണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ധിം ധിം ദിമി ദിമി ധിം ധിം ദിമി ദിമി നൃത്തച്ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകനുറികൾ അലകളുതിരുകയാ ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം കൂടാരം കെട്ടിത്തന്നു പാടിപ്പാടാൻ ആലോലം നീയും വന്നു തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ സബാഷ്. താങ്ക് യു സാർ. അടിപൊളി. പിന്നെ നമ്മൾ പറയാൻ വന്ന കാര്യം മീനുട്ടി അത് മാർക്ക് കൂടെ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. ശരി 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 ഇനി അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാൻ അതെ. അബിൻകുട്ട, എന്തോ സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ്. എന്താ ആരും കൈയടിക്കാത്ത? വേറെ accept ചെയ്യില്ലടാ. കൈയടിക്കില്ല. ഞങ്ങൾക്ക് പറ്റത്തില്ല അത്. അവനൊന്ന് ഞെട്ടി. ആ, നീ ഞങ്ങളെ ഞെട്ടിച്ചില്ലേ? അപ്പൊ തിരിച്ചൊരു ചെറിയ ഞെട്ടൽ അങ്ങോട്ട്. ഞെട്ടല്. ഷോക്ക് ട്രീറ്റ്മെന്റ്. 100 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. അപ്പൊ മീനുട്ടി പറയാം ആ, എന്താ എനിക്കിട്ടുള്ള പണിയാണ് ഒരു മണം. ഇത് ഞാൻ തീർച്ചയായിട്ടും. പാടണമെന്നുള്ള ഇതായിരിക്കും അല്ലേ? അല്ല MG ഞങ്ങള് പറഞ്ഞു 5000 രൂപ കൊടുക്കാതെ. കഴിഞ്ഞ പെർഫോമൻസിൽ ഞാൻ അഭിനന്ദനത്തിന് കൊടുത്തില്ലേ പൈസ? ആ അപ്പൊ അടുത്ത 100 ഔട്ട് ഓഫ് 100 കിട്ടുന്ന പെർഫോമൻസിൽ 5000 രൂപ കൊടുക്കുന്ന സാറ് സമ്മതിച്ചതാണ്. ആ ഷോർട്ട് വെച്ച് കാണിക്കൂ. അടുത്ത 100 മേടിക്കുന്ന ആൾക്ക് MG സാർ 5000 രൂപ കൊടുക്കാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടേ. ആ ഉറപ്പാണത്. കിട്ടിയത് തന്നെ. ഓക്കേ. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അല്ല മൃദുല എന്തോ ഒരു കോമഡി പറഞ്ഞല്ലോ ഇപ്പൊ എന്താ? അത് വളരെ സീരിയസ് ആയിരുന്നു. ആ ഇതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. കോമഡി ഒന്നുമല്ല, വളരെ സീരിയസ് അല്ല അതിനെപ്പറ്റി ആയിട്ട് ഒരു പറഞ്ഞു. അഭിപ്രായം പറയാൻ ഞാൻ ശ്രീഹരിയെ വിളിക്കണോ? അയ്യോ. വേണോ? അയ്യോ വേണ്ട, മെച്ചോർഡായിട്ടിരിക്കുക. ആ ശരിയാ, എന്നാ പറഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മൾ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ എടുത്തു അപ്പൊ ഒരു കൊടുത്തു. കാര്യം ചെയ്യാം, മൃദു ചേച്ചി കൊടുത്തു. മൃദുല എന്നെ റിപ്പീറ്റ് ചെയ്യട്ടെ. അല്ല ഞാൻ കാരണം കൊടുത്തതാ. ഇത്രയും നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഒരു 1000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നഷ്ടം? അല്ലല്ല അവിടെ സാർ MG ഞങ്ങളാണ് കൊടുക്കുന്നത്. ആ അതെ അതെ ഞാൻ അങ്ങനെ എല്ലാരും അത് സപ്പോർട്ട് ചെയ്യുന്നു. മീനൂട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ലേ? പിന്നെ രണ്ടുപേരും കൂടെ അങ്ങ് ഒരു പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സാറ് വളരെ നാശമായി പോയി. സപ്പോർട്ട് മീ. മക്കളെ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പ ചെയ്തിരിക്കും. ആ അതാണ്. തല പോയാലും ചെയ്യും. പക്ഷെ ഞാൻ 5000 ഇത് പൈസയുടെ കാര്യമായി പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇത് പൈസയുടെ കാര്യമായി പോയത്. അത് സാറില്ലേ സാർ? സാറ് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തില്ലേ, അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാരും പറയുന്നുണ്ട്. അങ്ങനെ അല്ല പക്ഷെ സമ്മതിച്ചിരുന്നു നേരത്തെ. അതിപ്പൊ ഞാൻ തയ്യാറല്ല, അതുകൊണ്ടാണ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് എന്റെ പാട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല. അയ്യോ പിന്നെ കഴിഞ്ഞ തവണ അവൻ പാടിയ ബാബുക്കയുടെ ഒരു നല്ല പാട്ടാ. അപ്പൊ വേറെ ദാസന്റെ ഒരു നല്ല പാട്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 1001 രൂപ തന്നേന്. സാർ വലിയ കഷ്ടമാണ് കേട്ടോ അത്. സാറിന്റെ പാട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അസലായിട്ട് പാടി കൂടെ മാജിക്കും ചെയ്തു. അത് എനിക്ക് വേണ്ടിയാണോ? ആ പിന്നെ അല്ല കേട്ടാ അബിൻ പറഞ്ഞേ എന്നാ ശരത് സാർ സിന്ധു ചേച്ചി ഇതിൽ ഇടപെടണം. സിന്ധു ചേച്ചി നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെ ശരത്ത് തരും. ഞാൻ തരും, എനിക്ക് ഉറപ്പാ. ഞാൻ അല്ല ഇതിപ്പോ MG സാറാണ് തരേണ്ടത്. MG സാറിന്റെ പാട്ടാണ്. അവിടെ ഇട്ട് പിടിച്ചോണ്ട് കാരണം കഴിഞ്ഞ എപ്പിസോഡിലുള്ള വൈരാഗ്യം ഇങ്ങനെ തീർക്കാൻ വേണ്ടി എന്നിട്ട് എന്റെ അടുത്ത് പറയല്ലേ, സാറ് തരുന്നു
ആദ്യ പൂക്കുറ്റി. അയ്യേ സെറ്റായി. പോട്ടള സാരില്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.